അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് മലപ്പുറത്തെ വണ്ടൂരിൽ നിന്നും ഫസ്ന എന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം രാത്രി 3 മണിക്കാണ് അപ്രത്യക്ഷമാകുന്നത്. എന്താണ് ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസമെന്നറിയണ്ടേ? ആ കുട്ടിയെ ഏകദേശം 19 വയസ്സ് പ്രായമുള്ള ആ ഫസ്നയുടെ മൂത്ത ജ്യേഷ്ഠത്തിയെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് പലയിടത്തു നിന്നും വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു വിവാഹം അവൾക്ക് സെറ്റായി. അത് കഴിഞ്ഞ ദിവസമാണ് ആ പുതിയാപ്പള വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോയത്. അതിനെ തുടർന്ന് അടുത്ത ദിവസം തന്നെ ആ പുതിയാപ്പളയുമായി ചെറുക്കൻ്റെ ബന്ധപ്പെട്ടവർ ഉമ്മയും ഉപ്പയും തുടങ്ങുന്ന ഒരാളുകളൊക്കെ ആ വീട്ടിൽ വന്ന് ഉറപ്പിക്കുന്ന പെണ്ണ് കാണുന്ന ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച് എന്തൊക്കെയോ ചെയ്ത് മിഠായി കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് മുൻകൂട്ടി തന്നെ കൊടുത്തതുമാണ്. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പെൺകുട്ടി ഫസ്ന അതിനെ എതിർത്തില്ല, അതിനോട് സഹകരിച്ചു നിന്നു. ആ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഈ ഫസ്നയോട്, എന്താണ് നിനക്ക് സമ്മതമല്ലേ? തീർച്ചയായിട്ടും യാതൊരു എതിർപ്പും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവൾക്ക് വേറെ ഒരു കാമുകനുമായിട്ട് ബന്ധമുണ്ട് ഒരു കാര്യവും അവർക്ക് അറിയുകയുമില്ല. ഇതുവരെയും അവർ അങ്ങനെ ഒരു ലക്ഷണങ്ങൾ തന്നെ കണ്ടിട്ടില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടി ഈ രാത്രിയിലാണ് അപ്രത്യക്ഷമാകുന്നത്. അപ്പോൾ എന്താണ് ആ രാത്രി തിരഞ്ഞെടുത്തത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഫാനയുടെ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് അത് പകൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ ഇത് രാത്രി തിരഞ്ഞെടുത്തു. ആരും തന്നെ കാണരുത് എന്നും തടയരുത് എന്നും ഉറപ്പുള്ളത് അഥവാ ഉറപ്പിച്ചുകൊണ്ട് തനിക്കൊരിക്കലും ഇതിൽ നിന്ന് പരാജയം, ഈ ഒളിച്ചോട്ടം തടയാൻ ലോകം മുഴുവൻ ശ്രമിച്ചാലും കഴിയില്ല, ഞാനത് നടത്തും. അത്രമാത്രം ശക്തമായിട്ടുള്ള തീവ്രമായ ഒരു പ്രണയം ഈ പെൺകുട്ടിക്കുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. അതായത് നമ്മളൊക്കെ സാധാരണ പെൺകുട്ടികളെ വളർത്തുമ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള വിവാഹം പുരുഷന്മാർ വന്ന് പെണ്ണ് കാണാറുണ്ട്, ആലോചിച്ച് പോവാറുണ്ട്. ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടാറില്ല. സ്വാഭാവികം മാത്രമാണ്. ഇനി തൻ്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു ചെറുക്കൻ ഉണ്ടെങ്കിൽ അത് ഈ പെൺകുട്ടി പറയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾ, പണ്ടത്തെ പെൺകുട്ടികൾ അങ്ങനെ പറയാറില്ല. അവരൊക്കെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് അങ്ങനെ കുറേ ചീത്തപ്പേര് ഈ സമുദായം കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പം ഞാനതല്ല, ഇപ്പോൾ പെൺകുട്ടികൾ തുറന്നു പറയും. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കന്യകയായ സ്ത്രീയോട് അഥവാ ആദ്യം വിവാഹം ചെയ്യുന്ന ഒരു സ്ത്രീയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. നിനക്ക് ഇഷ്ടമാണോ സമ്മതമാണോ എന്നൊക്കെ ചോദിക്കണം. അത്രയ്ക്ക് പരിഷ്കൃതമായ സിദ്ധാന്തമാണ് ഈ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ. എന്നിട്ട് മാത്രമേ അത് നടത്താവൂ. അപ്പോൾ അങ്ങനെ സാധാരണ എന്തായാലും ഇന്ന് കുട്ടി അപ്പോൾ കന്യകയുടെ മൗനം അഥവാ അങ്ങനെ ഒരു നാണം കുടുങ്ങിയിട്ടൊക്കെ ഉള്ള കാട്ടൽ തന്നെ മൗനം സമ്മതമായിട്ട് കാണേണ്ടതും. അതല്ല വിധവയുടെ പുനർവിവാഹത്തെക്കുറിച്ചാണ് അന്വേഷണമെങ്കിൽ ആ വിധവയോട് സമ്മതം വാക്കാൽ പരസ്യമായിട്ട് വാങ്ങേണ്ടതുമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. അപ്പോൾ എന്നതുപോലെ ഈ പെൺകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. തറയിൽ ലജ്ജയോടുകൂടെ എന്താ പറയുക, നമ്മൾ തള്ളവരൽ കൊണ്ട് നിലത്തെഴുതുന്ന ഒരു രീതിയൊക്കെ നാണമാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി ഈ പറയുന്ന പ്രതിശ്രുത വരന് പലഹാരങ്ങളും ചായയുമായിട്ട് കൊണ്ടു കൊടുത്തതൊക്കെ ഈ പെണ്ണ് തന്നെയാണ്. എത്ര വരെ പഠിച്ചു എന്നും പിന്നെ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതുപോട്ടെ, അപ്പോഴൊന്നും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ പെൺകുട്ടി ഈ സംഭവം വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നത്. വല്ലാത്ത സങ്കടമുണ്ടാക്കുന്നു. ഈ പെൺകുട്ടിക്ക് പറഞ്ഞാൽ മതി. ഇനി അതല്ല, ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു റോളില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഈ പെൺകുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പീഡനമാണോ അതും അറിഞ്ഞുകൂടാ. എനിക്ക് ഇന്ന ആളുമായിട്ട് ഒരു പ്രേമമുണ്ട്, ഞാൻ എൻ്റെ പ്രണയിതാവിൻ്റെ കൂടെ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ചില കുടുംബങ്ങളൊക്കെ പൊട്ടിത്തെറിക്കും. എന്ത് വർത്താനാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് തൊള്ളാലെ പല്ലു അലറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആകെ പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി ഇത് അങ്ങനെയാണോ ഇനി സംഭവിച്ചത് അതും അറിയില്ല. പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമാണോ ഇതിനകത്ത്? അവരുടെ ഭീഷണി അഥവാ കുടുംബത്തിൻ്റെ താക്കീതുകളും ഭീഷണിയും വായുന്നുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ആ പെണ്ണ് നാട് വിട്ടതാണോ അതും അറിയില്ല. തനിക്കൊരിക്കലും തൻ്റെ കമിതാവിൻ്റെ കൂടെ തൻ്റെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കാത്ത കുടുംബമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഫസ്ന ഓടിപ്പോയതാണോ എന്നും അറിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ ഇനി ഇതൊന്നും ആ മാതാപിതാക്കളോട് ഇതൊന്നും ഉണർത്താതെ എല്ലാത്തിനും യാന്ത്രികമായി നിന്ന് കൊടുത്തുകൊണ്ട് ഒരൊറ്റ മുങ്ങിയതാണോ അതും അറിഞ്ഞുകൂടാ. അങ്ങനെ മുങ്ങിയതാണെങ്കിൽ ഈ പെൺകുട്ടി ഏറ്റവും വലിയ ശപിക്കപ്പെട്ട ഒരു പെണ്ണായി മാറും. എന്താ കാരണം? ഇത്രയും 19 വർഷക്കാലം കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കിയിട്ട് എല്ലാവിധ സംവിധാനവും ചെയ്തു കൊടുത്തിട്ട് ആ മാതാപിതാക്കളെ ചന്തയിൽ നിന്ന് കണ്ടവരെ പോലെ പോലും കരുതാതെ വിട്ടുപോയാൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ കണ്ണീര് എത്രമാത്രമാണ്, ആ ബന്ധപ്പെട്ടവരുടെ വേദന എത്രമാത്രമാണ്.
ആലോചിച്ച് നോക്കി, ഒരു 10-15 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ടാവും ഒരു മാതാപിതാക്കൾ ഈ പെണ്ണിനെ കെട്ടിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് സമ്പത്തുണ്ടാക്കി വെക്കുകയും പണ്ടുണ്ടാക്കുകയും പണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഈ പെണ്ണ് ഈ പണി ചെയ്തത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഫാൾട്ട് എവിടെയെന്നുള്ളത് ഇനി അന്വേഷണത്തിൽ വരുന്നേ ഉള്ളൂ. മാത്രമല്ല മേലാറ്റൂർ ഭാഗത്തേക്കാണ് ഈ പെണ്ണ് പോയിട്ടുള്ളത് എന്ന് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീടൊന്നും അന്വേഷണത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും അന്വേഷണം തിരക്കിട്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൾ എവിടെയാണ് ഇതുവരെ 2 ദിവസമായി ഏകദേശം എവിടെയാണെന്നും കാമുകനുമായി സന്ധിച്ചോ എന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധികേടുകൾ എവിടെ എത്തുമെന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും അന്യർത്ഥമായ സംഗതികളിലേക്ക് ഈ പെൺകുട്ടി എത്താതിരിക്കട്ടെ എന്ന് സർവശക്തനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എത്ര സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ കാലാകാലം കണ്ണീര് വീഴ്ത്തുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കരുതേ അല്ലാഹുവേ. ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നതിന് സഹായിക്കണേ. മാത്രമല്ല ഇതിൻ്റെ ദുരൂഹത പലതും പറയുന്നുണ്ട്. അതാണ് പലതും പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. പലതും പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ. ആലോചന നോക്കി, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആളുകളുടെ നാവ് കൊണ്ട് പലതും പറയും. ഒരു സംഗതിയെ അവരിങ്ങനെ സങ്കല്പിച്ച് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കും. അതുകൊണ്ടാണ് ഈ കേട്ടത് തെറ്റ് കണ്ടത് ശരി എന്ന് പറയുന്നത്. അതുപോട്ടെ, എന്തായാലും ഇന്ന് എന്താണ് ഇത്തരത്തിൽ ഈ മുസ്ലിം പെൺകുട്ടികളിലാണ് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടം വ്യാപകമാകുന്നത് എന്ന് പഠനം നടത്തിയതിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, പ്രധാനമായും മുസ്ലിം പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ എന്തുള്ളത്, എല്ലാവിധ ഫെസിലിറ്റിയുമുള്ള മൊബൈൽ ലഭിക്കുന്നത്. അതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റു മതവിഭാഗങ്ങളെക്കാൾ ഒന്നുകൂടെ പരിഷ്കൃതരായിരിക്കുന്നു അവിടെ സ്ത്രീകൾ. അവർ ബാപ്പയും ഉമ്മയും അവിടെ സ്റ്റാറ്റസ് ഇടുന്നത് തന്നെ കുട്ടികളോടൊപ്പമുള്ള സ്റ്റാറ്റസ്. 12, 14, 15 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ, ഇനി 18 ആയാൽ ആ പെൺകുട്ടികൾ അവരുടെ മതനിർദ്ദേശങ്ങളിൽ നിന്ന് വളരെ പുറത്താണ്. എന്ന് പറഞ്ഞാൽ അവിടെ ശരീരത്തിൻ്റെ അല്പഭാഗങ്ങൾ മാത്രം മറച്ച് ബാക്കിയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത്. നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാതാപിതാക്കളുടെ സാന്നിധ്യത്തോടെ തന്നെയാണ് സ്റ്റാറ്റസ് എടുത്തും മറ്റും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് ഇവരെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് മാത്രമല്ല ഇവർക്ക് നല്ല ഫെസിലിറ്റിയുള്ള മൊബൈൽ കൊടുക്കുന്നു. അതുവഴി ഈ കാമുകനൊത്ത് ചാറ്റ് ചെയ്യാനും എവിടേക്ക് എങ്ങനെ പോകാനും ഒക്കെ ലൊക്കേഷൻ വരെ ഉൾപ്പെട്ട ഒരു ഫോണാകയാൽ നല്ല എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നിറവേറും. ഇതര മത വിഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ പെൺകുട്ടികൾക്ക് തടയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സാമ്പത്തിക സൗകര്യമുള്ളത് മുസ്ലിങ്ങൾക്കാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ സാമ്പത്തിക സൗകര്യങ്ങൾ ഉള്ളത് പ്രധാനമായും തങ്ങളുടെ പെങ്ങന്മാർക്ക് മൊബൈൽ വലുത് കൊണ്ടുവരികയാണ് ഗൾഫിൽ നിന്ന്. ബാപ്പ ഇവിടുന്ന് പണിപ്പെട്ട് വാങ്ങി കൊടുക്കുന്നത് വേറെയുണ്ട്. പല പെൺകുട്ടികളുടെ ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയും പിന്നിലുള്ള പ്രധാന രഹസ്യം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ സമുദായത്തെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്നും പ്രധാനമായും ഈ പെൺകുട്ടികൾക്ക് നല്ലവണ്ണമുള്ള മതപരമായ ബോധം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.